Hello guys, hello guys, welcome back to my YouTube channel. Hello guys, welcome back to my YouTube channel. Hello guys, welcome back to my Hello guys, welcome back to my YouTube channel. ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. പക്ഷേ വർക്ക് ഒഴികെ ബാക്കി എനിക്ക് സലൂണിൽ പോകണ്ടായിരുന്നു, ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് റീൽസ് എടുക്കാണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ പ്ലാൻ. ഇത് മൊത്തം രാവിലെ എണീച്ച മുതൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് ആ ഓപ്ഷണൽ ഹോളിഡേ, ഇന്ന് എനിക്ക് കിട്ടേണ്ട ഓപ്ഷണൽ ഹോളിഡേ ആ ലീവ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാനേജറിൻ്റെ അടുത്ത് നോ പറഞ്ഞു. അങ്ങനെ ആകെ ചമ്മി മാറിപ്പുഴുത്ത് അതും ആലോചിച്ചുകൊണ്ട് വർക്ക് ഒരു സൈഡാക്കി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്നെ റീൽസ് ചെയ്യേണ്ട ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കി പ്ലാനിങ്ങൊന്നും നടക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും എല്ലാ പ്രാവശ്യവും ഓരോ കാര്യം ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്ന പോലെ ഇതും ഞാൻ വീഡിയോ എടുത്തേക്കുണ്ട്. ഇത് അപ്ലോഡ് ചെയ്യുമോ ഒന്നും എനിക്കറിയില്ല. ബട്ട് യാ, ലെറ്റ്സ് സീ. ഇത് ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും വർക്ക് ചെയ്യേണ്ട എൻ്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഒരുവിധം വർക്കൊക്കെ സൈഡാക്കി പിന്നെ റീൽസിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ 3 പേരും കൂടെ റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്താൽ ആരാദ്യം ചിരിക്കുന്നുള്ളൊരു കോമ്പറ്റീഷൻ ആയിരിക്കുമേ. ഒരാളൊന്ന് കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത് ഡയലോഗ് പഠിച്ച് വരുമ്പോഴത്തേക്ക് അടുത്തയാൾ ചിരിക്കും. അയാളൊന്ന് റെഡി ആകുമ്പോഴത്തേക്കോ മറ്റേ ആളും ചിരിക്കും. അങ്ങനെ ഇത് കുറേ നേരം നീണ്ടുപോകും. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്ക് ഫ്രണ്ട്സിൻ്റെ വിളി വന്നു. വീക്കെൻഡ് അല്ലേ, അങ്ങോട്ടേക്ക് പോയേക്കാന്ന് വിചാരിച്ചു. പിന്നത്തെ വീഡിയോസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കുറേ നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല അടിപൊളി ടൈം സ്പെൻഡ് ചെയ്തു. സാധാരണ സാറ്റർഡേയ്സ് പോലെ കുറേ നേരം ഉറങ്ങാനൊന്നും നിന്നില്ല. ഇന്ന് നമുക്ക് പുറത്തു പോകേണ്ട രാവിലെ തന്നെ. അങ്ങനെ രാവിലെ തന്നെ നല്ല ചൂട് വെള്ളമൊക്കെ കുടിച്ച് കുളിച്ചൊന്ന് ഉഷാറായി വന്നപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആൻഡ് സാമ്പാർ. പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും റെഡിയായി വന്നു. ഈ വീഡിയോ ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുറച്ച് ഷോ കാണിച്ചിട്ട് ചൂട് ഇഡ്ഡലി വായിലേക്ക് പോയപ്പോഴുള്ള എക്സ്പ്രഷനാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്നതാണ് രാമകൃഷ്ണ ബുൽ ടെമ്പിൾ. ഇവിടുത്തെ ഹിസ്റ്ററി ഒന്നും പറഞ്ഞ് ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. മെഡിറ്റേഷനൊക്കെ ചെയ്യണമെങ്കിൽ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ നേരെ പാരഗണിലേക്ക് വിട്ടു. ഇവിടേക്ക് എപ്പോൾ പോകാൻ പ്ലാൻ ചെയ്താലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ ലാസ്റ്റ് എല്ലാവരും മട്ടൻ ബിരിയാണിയിലാണ് എത്തുന്നത്. എന്നാലും ഞാൻ ഇന്ന് നൂൽ പൊറോട്ട ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അടിപൊളിയായിരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് സ്റ്റോൾസ് കണ്ടു. അവിടുന്ന് കുറച്ച് സാധനം വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. പുറത്ത് നല്ല കിടിലം വെതറായിരുന്നേ. കുറച്ച് കഴിഞ്ഞാൽ അവിടെ മഴയും പെയ്തു. പോകുന്ന വഴിക്ക് വീണ്ടും ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സമാധാനമായിട്ട് ഇരുന്നു. ഇന്ന് ഫുൾ മൂണാണെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പുറത്തിറങ്ങി. അപ്പോഴേക്കും താഴെ ഇത് ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ തന്നെ സ്റ്റോളിലൊക്കെ പോയി കഴിച്ചതേ ഈ ഫുഡാണ് ഞങ്ങളുടെ ഡിന്നർ. അത്രയേ ഉള്ളൂ. സാറ്റർഡേ ഡൺ. ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നല്ല കടുപ്പത്തിലൊരു ചായ കുടിച്ചിട്ട് തന്നെ ആവാം. ചായ കുടി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ മെയിൻ പരിപാടികളുടെ ലിസ്റ്റ് ഇതാണ്: കാഷ്വൽ വെയർ, കല്യാണം വെയർ, ഷൂസ്, മെഡിസിൻ, അജ്ഫാൻ. ഇതിലിപ്പോൾ എന്തൊക്കെ നടക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഷോപ്പിംഗ് നല്ല തകൃതിയായിട്ട് നടന്നിട്ടുണ്ട്. ഉച്ചയായപ്പോഴേക്കും നല്ല വിശപ്പ്, നല്ല നാടൻ ഫുഡ് കഴിക്കാനുള്ള കൊതിയും വന്നപ്പോൾ നേരെ ഈ സദ്യ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് അത് കിട്ടിയിട്ടുമില്ല. ഇവിടെ നിന്നൊക്കെ കുറച്ച് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ ഇവിടെയായിട്ട് കുറേ ഷോപ്പിൽ പിന്നെയും കയറി ഇറങ്ങി. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല സൈഡായിട്ടുണ്ടായിരുന്നു. ഒരു ചായ എന്തായാലും വേണമെന്ന് എനിക്ക് തന്നെ തോന്നി. അങ്ങനെ നല്ലൊരു ചായ ഇവിടെ കിട്ടുന്ന അന്വേഷിച്ച് കുറച്ച് നടക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ദിവൻ വന്നു. ദിവനല്ല, ധവൻ.
ഇതെൻ്റെ ബ്രദറാണ്. അവനും കൂടെ ജോയിൻ ചെയ്ത് ഞങ്ങൾ ചായ സ്നാക്സൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ബായ് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളൊക്കെ ഒന്നുകൂടി എടുത്തു നോക്കുന്ന ശീലം നമുക്കെല്ലാവർക്കും ഉള്ളതാണല്ലോ. എൻ്റെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി പോയി. ഡിന്നർ ഇന്ന് ചപ്പാത്തിയും ഒരു ബുൾസയും പിന്നെ കുറച്ച് ടൊമാറ്റോ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് കറിയും. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീക്കെൻഡ്. നാളെ വീണ്ടും മൺഡേ. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.